കഥ തുടരുന്നു. അത് നടക്കില്ല രവി എന്നാണ് മീര അറിയിച്ചത്. രാവിലെ ബാങ്കിലെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ രവീന്ദ്രൻ നായർ. മീര 5 മിനിറ്റ് മുമ്പേ വന്നു. മീര പറയുന്നത് തൊട്ടടുത്ത ചെയറിൽ ഇരുന്നിരുന്ന സ്റ്റീഫനും കേട്ടു. എന്താ മീര? ആകാംക്ഷയിൽ സ്റ്റീഫൻ അന്വേഷിച്ചു. ഒരു ലോണിൻ്റെ കാര്യം പറയുകയായിരുന്നു. ചിരി കടിച്ചമർത്തിക്കൊണ്ട് മീര പറഞ്ഞു. ആർക്ക്? സ്റ്റീഫൻ വിട്ടില്ല. എനിക്ക് പരിചയമുള്ളൊരു കക്ഷിക്കാ, പക്ഷേ ആളത്ര ശരിയല്ല, അതുകൊണ്ടാണ് നടക്കില്ല എന്ന് പറഞ്ഞത്. സ്റ്റീഫന് അതത്ര വിശ്വാസമായില്ല. അയാളുടെ മുഖം വാടി. നേരെ സ്വന്തം സീറ്റിലേക്ക് പോയി അയാൾ. ലഞ്ച് ടൈമിലാണ് രവി മീരയെ സമീപിച്ചത്. പറയൂ, അങ്ങനെ തന്നെയാണോ അവൾ പറഞ്ഞത്? നടക്കില്ലാന്ന്? അതേ വേട് അതല്ല, എന്നാലും അതേ അർത്ഥത്തിൽ തന്നെയാ പറഞ്ഞത്. അവൾക്ക് അവളുടെ വീട് തന്നെയേ വലുത്. പപ്പായെയും ചേട്ടന്മാരെയും വിഷമിപ്പിക്കാൻ അവൾ തയ്യാറല്ല. രവി മുഖം കുനിച്ചു നിന്നു. കഴിയുമെങ്കിൽ പരസ്പരം കാണാതിരിക്കാനാണ് അവൾ പറഞ്ഞത്. രവിക്ക് ടൗൺ പോസ്റ്റ് ഓഫീസിൽ പോയേ പറ്റുമെങ്കിൽ അവളിരിക്കുന്ന കൗണ്ടറിന് മുന്നിലെങ്കിലും ചെല്ലാതിരിക്കുക. രവി ശബ്ദിച്ചില്ല. നല്ല കുട്ടി, മീര പറഞ്ഞു. അവളുടെ കാര്യം അവൾ നേരത്തെ തുറന്നു പറഞ്ഞുവെന്ന് കരുതിയാൽ മതി. ആൾറൈറ്റ്, എനിക്ക് പിണക്കമൊന്നുമില്ല. നേരത്തെ പറഞ്ഞത് നന്നായി. ഏർലിയർ ദി ബെറ്റർ. പിന്നെ രവീന്ദ്രൻ മീരയെ നോക്കി. എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ ഷെർലിക്ക്? എന്തിനാ ദേഷ്യം? ഞാൻ ചില കള്ളക്കളികളൊക്കെ നടത്തിയില്ലേ? അതിലിത്തിരി ദേഷ്യമുണ്ടായിരുന്നു എന്നത് നേരാ. പക്ഷേ ഞാൻ പറഞ്ഞപ്പോൾ അവൾക്ക് കാര്യങ്ങൾ മനസ്സിലായി. അത്രയും ഭാഗ്യം. രവി മെല്ലെ തിരിഞ്ഞു. അപ്പോൾ മീര ചോദിച്ചു. ഇത് ആദ്യത്തെ നിരാശയൊന്നുമല്ലല്ലോ ഇല്ലേ? ആദ്യത്തെ നിരാശയാ, എന്നാലും സാരമില്ല. ഇത്രയും വയസ്സായിട്ടും ആദ്യമായിട്ടാണോ ഒരു പെണ്ണിനോട് ഇഷ്ടം തോന്നുന്നത്? മീരയ്ക്ക് അത്ഭുതം. സത്യമാണ്. രവിയുടെ മുഖം ശാന്തമായിരുന്നു. പലരും ഇങ്ങോട്ട് താല്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് ആദ്യമായിട്ട് ഒരാളോട്. സാരമില്ലെന്നേ, രവിയെ കാത്ത് എവിടെയോ ഒരു സുന്ദരിക്കുട്ടി ഇരിക്കുന്നുണ്ട്. ആ, അതങ്ങനെയും ആവട്ടെ. രവി തിരിഞ്ഞു നടന്നു. രവിയെ നിരസിച്ചു ബസ്സിൽ കയറിയിരുന്നപ്പോൾ ഷേർലിയുടെ കണ്ണു നിറഞ്ഞത് മീര അയാളിൽ നിന്ന് ഒളിച്ചു. എന്തിനാ വെറുതെ ആശിപ്പിക്കുന്നത്? ഒന്നിക്കാൻ വിധിയില്ലാത്തവർ അകന്നു പോയിക്കൊള്ളട്ടെ. രവി പോയി സ്വന്തം സീറ്റിലിരുന്നു. ആ മുഖം മീരയ്ക്ക് കാണാമായിരുന്നു. സാരമില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും രവി വല്ലാതെ നൊമ്പരപ്പെട്ടാണ് ഇരിക്കുന്നതെന്ന് മീരയ്ക്ക് മനസ്സിലായി. എന്നാൽ പിറ്റേന്ന് ബാങ്കിലെത്തിയപ്പോൾ രവീന്ദ്രൻ നല്ല ഉഷാറിലായിരുന്നു. എന്താ കോള്? മീര ചോദിച്ചു. എനിക്കൊരു ട്രാൻസ്ഫർ തരപ്പെട്ടേക്കാൻ സാധ്യതയുണ്ട്. സ്വയം സംഘടിപ്പിക്കുന്നതാണോ? അങ്ങനെയും പറയാം. ഈ സ്ഥലം അത്ര മടുത്തോ? മടുത്തില്ലെന്നറിയാമല്ലോ. എന്നാലും പോവുകയാ. ഇവിടുന്ന് പോയാൽ എല്ലാം മറക്കാൻ കഴിയുമെന്നൊരു തോന്നൽ. ട്രാൻസ്ഫർ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണോ? ശ്രമം തുടങ്ങിയെന്നത് ഉറപ്പ്. ബാക്കി ഭാഗ്യം പോലെ. സംഗതി ഒത്തുവരും വരെ ഇക്കാര്യം ആരോടും പറയണ്ട. രവിയുടെ കഥകൾ മീര വീട്ടിൽ ചെന്ന് ഭർത്താവിനോട് പറയാറുണ്ട്, അത്രമാത്രം. പിന്നീട് ഒരിക്കൽ മീര ബസ് സ്റ്റോപ്പിൽ വെച്ച് അല്പം മാറി ബസ് കാത്തു നിന്നിരുന്ന ഷേർലിയെ കണ്ടതാണ്. പക്ഷേ കണ്ടില്ലെന്ന് നടിച്ച് ബസ്സിൽ കയറിപ്പോയി. ഷേർലി മീരയെയും കണ്ടിരുന്നു. മനഃപൂർവ്വമാണ് അവളും അവയോട് ചെയ്തത്. മീരയെ കണ്ടാൽ രവീന്ദ്രൻ നായരുടെ ഓർമ്മ വരും. പിന്നീട് അയാൾ പോസ്റ്റ് ഓഫീസിൽ വന്നിട്ടേയില്ല. ഒരു ദിവസം ബൈക്കിൽ ഒരു സുഹൃത്തിനെ പിന്നിലിരുത്തി പറക്കുന്നത് കണ്ടു. രവിയും കണ്ടിരിക്കാം. പക്ഷേ കണ്ടതായ ഭാവമൊന്നും അയാൾ പ്രകടിപ്പിച്ചില്ല. ഷേർലിക്ക് അന്ന് നെഞ്ചിനുള്ളിൽ എവിടെയോ മുള്ളു കൊണ്ടതുപോലെ ഒരു നൊമ്പരം അനുഭവപ്പെട്ടു. താൻ ഉദ്ദേശിച്ചതുപോലെ ഒരു തനി വായി നോക്കിയൊന്നുമല്ല കക്ഷി. അത്യാവശ്യത്തിന് അഭിമാനമൊക്കെയുണ്ട്. ആ രവീന്ദ്രൻ നായരെ പിന്നീട് കണ്ടതേയില്ലല്ലോ. ഒരു ദിവസം പത്മകുമാരി ചോദിച്ചു. എന്താ, തനിക്ക് അയാളെ കാണണമെന്നുണ്ടോ? വേണമെങ്കിൽ ഫോൺ നമ്പർ തരാം. ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി, വരും. ഷേർലി അറിയാതെ സ്വരം പരുക്കനായിപ്പോയി. ഞാനെന്തിനാ അയാളെ കാണുന്നത്? എനിക്ക് അയാളുമായി കണക്ഷനൊന്നുമില്ലല്ലോ. പിന്നെ ആർക്കാ കണക്ഷൻ? തനിക്കെന്തൊരു ദേഷ്യം പോലെ. പത്മകുമാരിയുടെ മുഖം വാടി. മുമ്പൊക്കെ എന്തും തമാശയായി എടുത്തിരുന്ന ആളല്ലേ താൻ? അതോടെ ഷേർലിക്ക് വല്ലായ്മയായി. തൻ്റെ ഉള്ളിൽ നടന്ന ദ്വന്ദ്വയുദ്ധമൊന്നും അറിയാതെയാണ് പത്മകുമാരി ചോദിച്ചത്. അവളോട് ചൂടായത് മോശമായിപ്പോയി. ഇപ്പോഴും തമാശയായ പറഞ്ഞത്. ഷേർലി പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. പക്ഷേ പത്മകുമാരിയുടെ മുഖം തെളിഞ്ഞില്ല. വേണ്ട വേണ്ട, അവൾ പരിഭവിച്ചു. എനിക്കറിയാം, രേവതി നാളുകാർക്ക് 70 ശീലമാണ്. രേവതിയാണ് നാളെന്ന് പപ്പ ഒരിക്കൽ പറഞ്ഞുവെന്ന് വെച്ച് അത് തന്നെയാവണമെന്നൊന്നുമില്ല. ഞങ്ങൾ ക്രിസ്ത്യാനികൾക്ക് നാളും ജാതകവും ഒന്നും നോക്കണ പതിവേയില്ല. പത്മകുമാരി അതിന് മറുപടിയൊന്നും പറഞ്ഞില്ല. അന്ന് ഉച്ചതിരിഞ്ഞപ്പോൾ ഷേർലിയുടെ കൗണ്ടറിന് മുന്നിൽ കാണാൻ തെറ്റില്ലാത്ത മുഖമുള്ള ഒരു ചെറുപ്പക്കാരൻ വന്നു. ഷേർലി പോളല്ലേ? അയാൾ ചോദിച്ചു. ഷേർലിക്ക് അത്ഭുതമായി. രവീന്ദ്രൻ നായരെ പോലെ വല്ല കക്ഷികളുമാണോ? എന്താ കാര്യം? ഷേർലി ചോദിച്ചു. ചോദിച്ചതിന് ഉത്തരം പറ. തെല്ല് ക്ഷുഭിതനായാണ് ചെറുപ്പക്കാരൻ കൽപ്പിച്ചത്. ഇയാൾ ആരപ്പ എന്ന് ഷേർലി വായി പൊളിച്ചുപോയി. കടുവായെ പിടിക്കാൻ വന്ന ഒരു കിടുവായോ? ഷേർലി ഇപ്പോൾ ഇതാ ഇരിക്കുന്നതാണ്. തൊട്ടപ്പുറത്തെ കൗണ്ടറിലുള്ള പെൻഷൻ പറ്റാൻ 2 മാസം മാത്രമുള്ള സരസ്വതി അമ്മാളെ ചൂണ്ടിയാണ് ഷേർലി പറഞ്ഞത്. ചെറുപ്പക്കാരൻ നേരെ സരസ്വതി അമ്മാളുടെ അടുത്തേക്ക് നടന്നു. മുണ്ടും ഷർട്ടുമാണ് വേഷം. 5 അടി 5 ഇഞ്ചിൽ അധികം ഉയരമില്ല.
സരസ്വതി അമ്മാളുമായി അയാൾ സംസാരിക്കുന്നത് ഷേർലി ശ്രദ്ധിച്ചു. സരസ്വതി അമ്മാൾ തിരിഞ്ഞു രൂക്ഷമായി ഷേർലിയെ നോക്കി. എന്നിട്ട് ചെറുപ്പക്കാരനോട് പരുഷമായി എന്തോ പറഞ്ഞു. വെടിച്ചില്ല് പോലെയാണ് അയാൾ ഷേർലിയുടെ നേർക്ക് പാഞ്ഞു വന്നത്. തൻ്റെ ചേട്ടനെ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ വന്നത്, അല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരമൊന്നുമല്ല. മനുഷ്യരെയിട്ട് കുരങ്ങൻ കളിപ്പിക്കുന്നതൊക്കെ സൂക്ഷിച്ചു വേണം. ഷേർലിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ ചേട്ടനെ ആവശ്യപ്പെട്ടിട്ടാണെന്നോ? ഏത് ചേട്ടൻ? മൂത്തവൻ തന്നെ, സാബു. ഇതാ ഒരു കത്തും തന്നയച്ചിട്ടുണ്ട്. അയാളൊരു കവർ അകത്തേക്ക് നീട്ടി. ഷേർലി അബദ്ധം പിണഞ്ഞതുപോലെ ഇരുന്നു. ചേട്ടൻ്റെ സുഹൃത്തുക്കൾ വല്ലവരുമാണോ? വല്ല അത്യാവശ്യവും പറഞ്ഞയച്ചതാണോ? മമ്മിക്ക് ദീനം കൂടുതൽ വല്ലതുമാണോ? കവർ പൊട്ടിക്കുമ്പോൾ ഷേർലിയുടെ നെഞ്ചം പടപടാൻ പിടിച്ചുകൊണ്ടിരുന്നു. ഷേർലി കത്ത് വെളിയിലെടുത്ത് വിടർത്തി. പ്രിയ ഷേർലി മോൾക്ക്, ഇയാൾ മിസ്റ്റർ മാത്തൻ. നിന്റെ പോസ്റ്റ് ഓഫീസിനെതിരെയുള്ള സ്കൂളിലെ അധ്യാപകനാണ്. മാറ്റമില്ലാത്ത ജോലിയാ. വിഷയം സയൻസ്. ഷേർലി മുഖമുയർത്തി മിസ്റ്റർ മാത്തനെ ഒന്ന് നോക്കി. അയാളൊന്ന് പുഞ്ചിരിച്ചു. ഷേർലിക്ക് വല്ലാത്ത ജാളി അനുഭവപ്പെട്ടു. അവൾ വീണ്ടും കത്തിലേക്ക് കണ്ണു താഴ്ത്തി. പൊൻകുന്നത്താ വീട്, കൊള്ളാവുന്ന കുടുംബം, സാമാന്യം സ്വത്തുണ്ട്. നമ്മൾ കൊടുക്കുന്നതല്ലാതെ യാതൊരു ഡിമാൻഡുമില്ല. മിസ്റ്റർ മാത്തനുമായി 5 മിനിറ്റ് സംസാരിക്കണം നീ, ബാക്കിയൊക്കെ പിന്നാലെ. ഷേർലിക്ക് മുഖമുയർത്താൻ വയ്യാതെയായി. വല്ലാത്തൊരു നാണക്കേട്. സാബുച്ചായനോട് കലശലായ ദേഷ്യം. പെണ്ണ് കാണാനായി ജോലി സ്ഥലത്തേക്ക് അയച്ചിരിക്കുകയാണ്. യാതൊരു നാണവുമില്ലാതെ പോരാനും തയ്യാറായിരിക്കുന്നു ഈ ശുഭൻ. അധ്യാപകനാണെന്ന് പറഞ്ഞിട്ടെന്താ? ഇനിയിപ്പോൾ ഇയാളെ എങ്ങനെ കൈകാര്യം ചെയ്യും? എന്തെങ്കിലും സംസാരിക്കാതെയും പറ്റില്ല. സാബുച്ചായന് വീണ്ടും വിചാരമില്ലാതെ പോയെങ്കിലും താനായി ഇയാളെ അപമാനിക്കാൻ വയ്യ. അത് സാബുച്ചായനെ നാണം കെടുത്തുന്നതിന് തുല്യമാണ്. സൂത്രത്തിൽ ചുറ്റുമൊന്ന് കണ്ണോടിച്ചിട്ട് ഷേർലി ശബ്ദം താഴ്ത്തി മാത്തനോട് പറഞ്ഞു, പുറത്ത് സോഫയിലിരിക്കെ, ഞാൻ വരാം. അങ്ങനെ പറയുമ്പോൾ അവൾക്ക് തൊലി ഉരിയുന്നത് പോലെ തോന്നി. ഇയാൾ എത്ര യോഗ്യനായാലും ഇവിടേക്ക് പെണ്ണു കാണലിന് വന്നു എന്ന ഒറ്റ കാരണത്താൽ തനിക്ക് ഇയാളെ തീരെയും വേണ്ട എന്ന് ഷേർലി മനസ്സിൽ എഴുതി അടിവരയിട്ടു. എന്നിട്ടാണ് അവൾ സീറ്റിൽ നിന്നും എഴുന്നേറ്റത്. അപ്പോൾ സരസ്വതി അമ്മാൾ വിളിച്ചു പറഞ്ഞു, ചെല്ല്, എന്നെ പെണ്ണ് കാണാൻ വന്നതാ അയാൾ. അയാൾക്കെന്താ മുഖത്ത് കണ്ണില്ലേ? അത് കേട്ട് അടുത്ത സീറ്റുകളിൽ നിന്ന് ചിലരൊക്കെ മുഖമുയർത്തി നോക്കി. ഷേർലിക്ക് ശബ്ദിക്കാനായില്ല. അമ്മൂമ്മയാണ് സരസ്വതി അമ്മാൾ. അവരാണ് ഷേർലി പോളെന്ന് കേട്ടതും നേരെ ചെന്ന് പെണ്ണ് കാണാൻ വന്നതെങ്ങാനും കാച്ചിരിക്കുമോ ഈ ഫൂൾ നമ്പർ 1? ഷേർലി പുറത്തു വന്നപ്പോൾ സോഫയുടെ അരികിൽ നിൽക്കുകയാണ് മാത്തൻ സാർ. നമുക്ക് തൊട്ടുമുന്നുള്ള ഐസ്ക്രീം പാർലറിൽ ചെന്നിരുന്ന് സംസാരിച്ചാലോ? മാത്തൻ ചോദിച്ചു. അയ്യടാ, ഐസ്ക്രീം നുണയാൻ പറ്റിയൊരു കിറി എന്നാണ് ഷേർലിക്ക് മനസ്സിൽ തോന്നിയത്. എങ്കിലും അവൾ സമ്മതിച്ചു. മറ്റുള്ളവരുടെ കണ്ണിൽപ്പെടാതെ കഴിക്കാമല്ലോ. പക്ഷെ ഒരു കണ്ടീഷൻ, ഷേർലി പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞാൽ ഞാൻ മടങ്ങും. കൗണ്ടറിൽ പകരം ആളെ ഇരുത്തിയിട്ടില്ല പോകുന്നത്. പിന്നെ ഐസ്ക്രീമോ മറ്റോ മേടിക്കുകയാണെങ്കിൽ ഞാൻ തന്നെയേ പേ ചെയ്യൂ. മാത്തൻ സസന്തോഷം സമ്മതിച്ചു. 5 മിനിറ്റ് നേരം ഐസ്ക്രീം പാർലറിലിരുന്ന് മാത്തൻ മാസ്റ്റർ ഷേർലിയുടെ ജനറൽ നോളജ് ടെസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, എനിക്കിഷ്ടമായി. ഷേർലിക്കോ? ഞാൻ വീട്ടിൽ പറഞ്ഞോളാം. അവൾ എഴുന്നേറ്റ് കഴിഞ്ഞു. എനിക്കും അതാ ഇഷ്ടം. വെട്ടിത്തുറന്ന് പറയുന്ന പെൺകുട്ടികളോടല്ല എനിക്ക് ബഹുമാനം. 2 ഐസ്ക്രീം വാങ്ങിച്ചതിൽ 1 മാത്തൻ തീർത്തു. തുടച്ചു നക്കിയെന്ന് പറയുന്നതാ സത്യം. ഷേർലിയുടെ കപ്പ് അതേപടി ഇരുന്നു. എന്താ കഴിക്കാത്തത്? മാത്തൻ തിരക്കി. എനിക്ക് പല്ലിന് കേടുണ്ട്. ഐസ്ക്രീം കഴിച്ചാൽ പല്ല് നോവും. ഇല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ മൗത്ത് വാഷ് പകർന്നു വായി കുലുക്കൊഴിയണം. മാത്തന് അത് വിശ്വാസമായി. കൗണ്ടറിൽ ബിൽ പേ ചെയ്തിട്ട് യാത്ര പറയാൻ നിൽക്കാതെ ഷേർലി തിരിച്ചു പോന്നു. വീട്ടിലെത്തിയതും അവൾ ബാഗ് വലിച്ചെറിഞ്ഞു. ഇനി ഞാൻ ജോലിക്ക് പോകുന്നില്ല. എന്താടി കാര്യം? പോൾ മാഷ് ചോദിച്ചു. പോസ്റ്റ് ഓഫീസിലേക്ക് പെണ്ണ് കാണാൻ ഒരുത്തനെ അയച്ചിരിക്കുന്നു. അയാൾ അവിടെ വന്ന് ആകെ നാണക്കേടാക്കി. മമ്മിയുടെ പ്രായമുള്ള ഒരു പട്ടത്തിൽ തള്ളലെടുത്ത് ചെന്ന് ഞാനാണെന്ന ധാരണയിൽ പെണ്ണ് കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞു. അവർ ചോദിക്കുക ഇവന് മുഖത്ത് കണ്ണില്ലേന്ന്. അയ്യേ, ഗ്രേസമ്മ മുഖത്ത് വിരൽ വെച്ചു. ഏതവനത്? ഒരു മാത്തൻ, അധ്യാപകനാണ് പോലും. പോൾ മാഷിനത് കൊണ്ടു. ആരാടി അവനെ അയച്ചത്? മറ്റാരാ? പപ്പയുടെ മൂത്ത മോൻ സാബുച്ചായൻ. ഞാൻ ഇനി പുറത്തിറങ്ങുന്നില്ല, പോരെ? ഷേർലി അകത്തേക്ക് കയറിപ്പോയി. സാബു വന്നപ്പോൾ പോൾ സാർ തട്ടിക്കയറി. നിനക്ക് എന്തുവാടാ, അഭിമാനമില്ലേ? ഷേർലിയുടെ പോസ്റ്റ് ഓഫീസിലേക്ക് പെണ്ണ് കാണാൻ ആളയച്ചത്. അതിനെന്തുവാ? തത്തമ്പിള്ളിക്കാരി ആനയെ കാണാൻ ഞാൻ പോയത് അവൾ വർക്ക് ചെയ്യുന്ന ജില്ലാ കോടതിയിലല്ലോ. സാബുവിൽ നിസ്സാരഭാവം. അകത്തു നിന്നും ഷേർലി ഓടി വാതിൽക്കെത്തി. തത്തമ്പിള്ളിക്കാരിയുടെ അത്ര തൊലിക്കട്ടി എനിക്കില്ലാന്ന് വെച്ചോ? ഓഫീസിൽ സകലരും അറിഞ്ഞു അയാൾ എന്നെ ഐസ്ക്രീം പാർലറിലോട്ടാണ് വിളിച്ചത്. ഇച്ചായം പറഞ്ഞയച്ച സ്ഥിതിക്ക് എനിക്ക് പോകാതിരിക്കാൻ പറ്റുമോ? മാത്തൻ, ഒരു പോത്തൻ. അതിന് നീ എന്തിനാ ഐസ്ക്രീം പാർലറിലൊക്കെ പോയത്? അത് തല്ലുകൊള്ളി തരമല്ലേ? അത് ശരി, ഇപ്പം എനിക്കായി കുറ്റം. ഞാനിനി ജോലിക്ക് പോകുന്നില്ല, പോരെ? നിന്നോടിപ്പം അവൾക്ക് കല്യാണം ആലോചിക്കാൻ ആരോടാ പറഞ്ഞത്? പോൾ മാഷ് മകൻ്റെ നേർക്ക് തിരിഞ്ഞു. നിൻ്റേത് കഴിഞ്ഞിട്ട് മതി അവളുടേതെന്നല്ലോ ഞാൻ പറഞ്ഞിരുന്നത്. കൊള്ളാവുന്നൊരു ആലോചന വന്നുകൊണ്ടാ. നടക്കുമെങ്കിൽ എല്ലാവരെയും അറിയിക്കാമെന്ന് കരുതിയാ രഹസ്യമായി പെണ്ണ് കാണലിന് വെച്ചത്. ഷേർലിയോട് കാലേക്കുട്ടി പറയാഞ്ഞത് എൻ്റെ തെറ്റ്.
അവൾ വിവരമുള്ളവരാണല്ലോന്ന് വിചാരിച്ചു. കൊള്ളാവുന്ന ഒരു ആലോചന. ഷേർലി മുഖം വെട്ടിച്ചു. എനിക്ക് വേണ്ടിയത് കാശ് കൊടുത്ത് സ്കൂളിൽ കയറിയത് അയാൾ, എന്നിട്ട് ഐസ്ക്രീം പാർലറിലിരുന്ന് എന്നെ ഗ്രാമർ പഠിപ്പിക്കുക. നിനക്ക് പിന്നെ ആരെയടി വേണ്ടത്? പെട്ടെന്നാണ് സാബു വിധം മാറിയത്. നിന്റെ മനസ്സിലിരിപ്പ് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എടുപ്പിടിയെന്ന് വേറെ ആലോചിച്ചതും. പോൾ മാഷിനും ഗ്രേസ് അമ്മയിലും മാത്രമല്ല ഷേർലിയിലും വല്ലാത്ത ഞെട്ടലുണ്ടായി. റോണിയും സുനിലും തങ്ങളുടെ മുറികളിൽ നിന്നും പുറത്തേക്ക് വന്നു. എന്തുവാടാ നീ പറഞ്ഞത്? പോൾ മാഷ് സാബുവിനെ ഉറ്റുനോക്കി. പപ്പ വിഷമിക്കില്ലേലേ പറയുന്നുള്ളൂ. കുനിഞ്ഞ മുഖത്തോടെയാണ് സാബു പറഞ്ഞത്. ഒച്ച വെച്ച് നാട്ടുകാരെ അറിയിക്കുകയും വേണ്ട. നമുക്കിത് ഒതുക്കി തീർക്കാം. എന്തവാടെ കാര്യം? പോൾ മാഷിൻ്റെ നിയന്ത്രണം വിട്ടു. ഒരു നായർ പയ്യൻ്റെ പേരും ചേർത്ത് ഇവളുടെ ഓഫീസിൽ നിന്ന് തന്നെയാ ചില ന്യൂസ് പുറത്തു വന്നത്. 2 ആഴ്ച മുമ്പേ ഞാൻ കേട്ടതാ. സാബു പല്ലു ഞെരിച്ചു. ഷേർലിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. അവൾക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി. നേരാണോടി? പോൾ മാഷ് ഷേർലിയുടെ നേർക്ക് തിരിഞ്ഞു. ഷേർലി വല്ലാതെ വീർപ്പ് മുട്ടിയെന്നോണം നിശബ്ദം നിന്നു. നിന്നോടാ ചോദിച്ചത്. പോൾ മാഷിൻ്റെ ശബ്ദം ഉയർന്നു. ഏത് നായർ പയ്യൻ്റെ പേരും ചേർത്താ നിന്നെപ്പറ്റി ന്യൂസ് വന്നത്? എനിക്കറിയില്ല. നിസ്സഹായ ഭാവത്തിൽ ഷേർലി കൈകൾ മലർത്തി കാണിച്ചു. പിന്നെ രോഷത്തിൽ സാബുവിനെ നോക്കി. വേണ്ട, കണ്ണുരുട്ടണ്ട. സാബു താക്കീത് നൽകി. തീയില്ലാതെ പുകയുണ്ടാവില്ലെന്ന് എനിക്കറിയാം. അല്ലേലും ഈയിടെയായി നിനക്കിത്തിരി വേഷം കെട്ടലും വിളച്ചിലും കൂടുതലാ. ഒന്ന് പതുക്കെ പറയാൻ ചെറുക്കാ. ഗ്രേസമ്മ അസഹ്യഭാവത്തിൽ കാതുപൊത്തി. ഒച്ചയും ബഹളമുണ്ടാക്കി വെറുതെ അയലോക്കത്തുകാരെ കേൾപ്പിക്കണ്ട. വല്ലതുമൊന്നും കേൾക്കാൻ കാതോർത്തിരിക്കുക ചിലർ. 3 നേരം അടുപ്പിൽ തീ പുകയുന്നത് കണ്ടാൽ സഹിക്കാത്തവരാ ഈ അയലോക്കത്ത് പൊറുതി. ഗ്രേസമ്മേ, നീ അകത്ത് പോ. പോൾ മാഷ് ഭാര്യയുടെ നേർക്ക് കൈ ചൂണ്ടി. നിന്റെ മക്കളെ പിഴച്ചു പോണതിന് വെറുതെ അയലോക്കക്കാരെ ചീത്ത വിളിക്കണ്ട. എൻ്റെ മക്കളോ? ഗ്രേസമ്മ കണ്ണുരുട്ടി. അപ്പോൾ ഇത് എൻ്റെ മക്കളല്ലേ ഇവിടെയുള്ളത്? ഹോ, ഈ മമ്മിയുടെ നാക്ക്. സാബു മമ്മിയോട് ദേഷ്യപ്പെട്ടു. പപ്പ എന്തേലും ഒന്ന് പറഞ്ഞോ? 9 പറയാതെ അടങ്ങൂല മമ്മി. ഗ്രേസമ്മ കൈവരിച്ച് നെഞ്ചിത്തിട്ട് ആഞ്ഞാഞ്ഞൊടിച്ചു. അപ്പൻ്റെയും മക്കളുടെയും പൊറുതിക്കേട് തീരട്ടെ. ഇതെന്തുവാ മമ്മി? സുനിൽ ഓടി വന്ന് മമ്മിയുടെ കയ്യിൽ കടന്നു പിടിച്ചു. മമ്മി ഒന്ന് അകത്ത് പോയാട്ടെ. ഗ്രേസമ്മയെ പിടിച്ച് വലിച്ച് അവൻ അകത്തേക്ക് കൊണ്ടുപോയി. സാബുവും ഷേർലിയും ശബ്ദരായി നിശ്ചലം നിന്നു. ചേട്ടായി എന്തിനാ വല്ലോനും വല്ലതുമൊക്കെ പറഞ്ഞെങ്കിൽ അതൊക്കെ വന്ന് പപ്പയുടെ കാതിൽ ഒതുന്നത്? രണ്ടാമൻ റോണി സാബുവിനോട് ചോദിച്ചു. നിന്റെ പെങ്ങളെ പറ്റി വല്ലോനും വല്ലതുമൊക്കെ പറഞ്ഞാൽ നിനക്ക് അതിലൊരു ദണ്ണവുമില്ലേടാ? പോൾ മാഷ് റോണിയോട് ചോദിച്ചു. ആവശ്യമില്ലാതെ ദണ്ണപ്പെട്ടിട്ട് എന്താ കാര്യം? കേട്ടത് ശരിയാണെങ്കിൽ തിരുത്താൻ ശ്രമിക്കും. ശരിയല്ലെങ്കിൽ കേട്ടെടുത്ത് തന്നെ അത് കുഴിച്ചു മൂടും. ഇന്നത്തെ കാലത്ത് അതൊക്കെയേ നടക്കൂ. അല്ലെങ്കിൽ കാണാൻ കൊള്ളുന്ന പെങ്ങന്മാരുള്ളവന്മാരെല്ലാം എസ്കോട്ടായി പിന്നാലെ ചുറ്റേണ്ടി വരും. പറഞ്ഞിട്ട് റോണി നേരെ അകത്തേക്ക് പോയി. പോൾ മാഷ് വീണ്ടും മകളെ നോക്കി. ഇവിടെ എത്രയൊക്കെ വർത്തമാനങ്ങൾ നടന്നിട്ടും നിന്റെ വായിൽ നാക്കൊണ്ടോ എന്ന് അറിഞ്ഞില്ലല്ലോടി. എന്തവാ ഉദ്യോഗസ്ഥയാണെന്ന് വെച്ചാണോ പപ്പ ചോദിച്ച മറുപടി പറയാത്തത്? ഞാൻ എന്താ പറയേണ്ടത്? ഷേർലി ദയനീയഭാവത്തിൽ പപ്പയെ നോക്കി. ഏത് പയ്യൻ്റെ പേര് ചേർത്താ നിന്നെപ്പറ്റി ന്യൂസ് ഉണ്ടായെന്ന് പറഞ്ഞത്? എനിക്കറിയില്ല. ഞാനൊരു ന്യൂസും കേട്ടില്ല. ഞാൻ എൻ്റെ ജോലി ചെയ്യുന്നു, തിരിച്ചു പോരുന്നു. എനിക്ക് വേറൊന്നും അറിയില്ല. ഷേർലിയും രംഗത്ത് നിന്ന് മറഞ്ഞു. പോൾ മാഷ് വായും തുറന്നിരുന്നു. പിന്നെ സാബുവിനോട് ചോദിച്ചു. എന്ത് ന്യൂസാടാ? പറയടാ വിശദമായിട്ട്. എന്നതൊക്കെയേ നീ കേട്ടത്? ഞാൻ കേട്ട കാര്യം പറഞ്ഞില്ലയോ? അതിൽ കൂടുതലൊന്നും ഞാൻ കേട്ടില്ല. വിശദമായി തിരക്കാനും പോയില്ല. വെറുതെ എന്തിനാ ചിരങ്ങുന്നുള്ളി സമുദ്രമാക്കുന്നത്? എത്രയും പെട്ടെന്ന് വേറെ കല്യാണം നടത്തിയേക്കാമെന്ന് വെച്ചു. അതിനെ ചോദ്യം ചെയ്യാൻ അവൾ വന്നപ്പോഴാണ് ഞാൻ. സാബു ബാക്കി പറഞ്ഞില്ല. അത് ശരി. അപ്പം കാളപ്പറ്റെന്ന് കേട്ട് കയറെടുത്തതാ നീ അല്ലയോ? പോത്ത്. എന്തിനാണ് നിന്നെയൊക്കെ ഞാൻ വളർത്തി ഇങ്ങനെ കൊന്നത്തെങ്ങ് പോലെയാക്കിയത്? പോൾ മാഷ് ഒച്ച വെച്ചു. സാബുവിന് ചമ്മലായി. പപ്പായുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് സാബുവിനറിയാം. നോക്കി നിൽക്കേ വാദിയെ പ്രതിയാക്കും. പെട്ടെന്ന് പക്ഷം മാറും. ആൾ ശുദ്ധനാണ്. പക്ഷേ ആരെയും കണ്ണടച്ച് വിശ്വസിക്കില്ല. എത്ര വിശ്വാസം ഭാവിച്ചാലും ഉള്ളുകൊണ്ട് നിറയെ സംശയമായിരിക്കും. ഇപ്പം ഞാനായോ കുറ്റക്കാരൻ? സാബു ചോദിച്ചു. നീയല്ലാതെ പിന്നെ ആരാ കുറ്റക്കാരൻ? ആവശ്യമില്ലാതെ പെൺകുട്ടികളെ സംശയിക്കാനും ആക്ഷേപിക്കാനും പാടില്ല. അവർക്ക് വാശിയാകും. എന്നാൽ പിന്നെ എന്താണെന്ന് വെച്ചാൽ പപ്പായെ ഇഷ്ടപ്പെട്ട് ചെയ്യേ. ഞാൻ ഇനി ഒന്നും പറയാൻ വരുന്നില്ല. പപ്പായെ തനിച്ചാക്കി സാബുവും അകത്തേക്ക് പോയി. പോൾ മാഷിന് പക്ഷേ ആ വിഷയം നിസ്സാരമായി തള്ളാൻ കഴിഞ്ഞില്ല. മക്കളെ 4 പേരെയും മാഷിന് ജീവനാണ്. മകളോട് ഒരല്പം ഇഷ്ടക്കൂടുതലുണ്ടെങ്കിലും ആരോടും പക്ഷഭേദം കാണിക്കാറില്ല. ഷേർലിയെ നല്ലൊരു എടുത്ത് അയക്കണമെന്നുണ്ട് മാഷിന്. ജാതി സ്പർദ്ധയില്ലാത്ത ആളാണ് മാഷ്. എല്ലാ ജാതിയിലും മതത്തിലും മാഷിന് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരുടെയും ചാവിനും കെട്ടിനും അദ്ദേഹം പോകും. എങ്കിലും മക്കളുടെ വിവാഹ കാര്യത്തിൽ അവർക്ക് സ്വന്തം മതത്തിലും വിഭാഗത്തിലുമുള്ള ഇണകളെ കിട്ടണമെന്നാണ് ആഗ്രഹം. അതിന് ചില അടിസ്ഥാന കാരണങ്ങളും അദ്ദേഹം കാണുന്നുണ്ട്. ഒരു ക്രിസ്ത്യാനിക്ക് നമ്പൂതിരിയെ സുഹൃത്തായി സ്വീകരിക്കാം. വല്ലപ്പോഴും വീടുകൾ സന്ദർശിക്കാം. എന്നാൽ
ഒരു ക്രിസ്ത്യാനി നമ്പൂതിരിയുടെ ഇല്ലത്ത് താമസമാക്കിയാൽ അയാൾക്ക് പല ബുദ്ധിമുട്ടുകളുണ്ടാകാം. അതേപോലെ ഒരു നമ്പൂതിരി ക്രിസ്തീയ ഗൃഹത്തിലെ അംഗമായി തീർന്നാലും. ജാതിമത യുദ്ധങ്ങൾ ഇല്ലാതാവാൻ മനുഷ്യൻ അത്തരം വ്യത്യാസമില്ലാതെ പരസ്പരം സ്നേഹിച്ചാൽ മതി. കല്യാണം കഴിക്കണമെന്നും ഒരു കുടുംബത്തിലെ അംഗങ്ങളാകണമെന്നും ഒന്നുമില്ല. ഇതാണ് മാഷിൻ്റെ പ്രമാണം. അതുകൊണ്ട് തന്നെ സാബുവിൻ്റെ വാക്കുകൾ മാഷിൻ്റെ ഉള്ളിൽ ദഹിക്കാതെ കിടന്നു. രാത്രിയിൽ പപ്പായ്ക്കുള്ള പാലുമായി ഷേർലി മുറിയിലെത്തിയപ്പോൾ മാഷ് ചോദിച്ചു, എന്താ മോളെ നിന്റെ സാബുച്ചായൻ പറഞ്ഞതിനർത്ഥം? പപ്പയ്ക്ക് അത് മറക്കാൻ പറ്റുന്നില്ലല്ലോടി. സാബുച്ചായനെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ പപ്പ. എന്നാലും അവർക്ക് അതിന് ഒരു കാരണം വേണ്ടേ? പോസ്റ്റ് ഓഫീസിൽ വരുന്നവരോട് ഞാൻ ഇടപെടാറുണ്ട്. എന്നോട് എന്തെങ്കിലും ചോദിച്ചാൽ മുഖത്ത് നോക്കി ബോൾഡായി ഞാൻ മറുപടി പറയാറുണ്ട്. ആണുങ്ങളെ കണ്ടാൽ നാണിക്കാനോ മുഖം കുനിക്കാനോ കള്ളച്ചിരി ചിരിക്കാനോ ഒപ്പമുള്ളവരോട് വായ് മൂടിപ്പിടിച്ച് കുശുകുശുക്കാനോ ഒന്നും ഞാൻ പോയിട്ടില്ല. അങ്ങനെയൊന്നും പാടില്ലാന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതും പപ്പായ. നേരെ മുഖത്ത് നോക്കി വർത്തമാനം പറയുന്നത് ഇഷ്ടമില്ലാത്തവരുണ്ടാകും. അത്തരക്കാർ വല്ലവരും ഉണ്ടാക്കിയ ന്യൂസായിരിക്കും. എങ്കിൽ മോൾക്ക് പപ്പ ഒരു കല്യാണം ആലോചിക്കട്ടെ. മോള് സമ്മതിക്കോ? ഷേർലി വല്ലാതെയായി. അവളുടെ പതർച്ച മാഷ് ശരിക്കും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. സാബുച്ചായൻ്റേത് കഴിഞ്ഞിട്ട് പോരെ പപ്പ എനിക്ക്? അവനൊരാണല്ലേ, എപ്പം വേണമെങ്കിലും ആകാമല്ലോ. അമ്മച്ചിയുടെ അടുത്ത് ആരെങ്കിലും കാണാതെ ഞാനെങ്ങനെ പപ്പ പോകുന്നത്? അതൊന്നും മറുത്ത് നീ വിഷമിക്കണ്ട. അല്ലേലും ആൺപിള്ളേർ പെണ്ണ് കെട്ടുന്നത് അമ്മായിയമ്മയെ ശുശ്രൂഷിക്കാനാണോ? അങ്ങനെയൊന്നും വിചാരിച്ച് ഇനി നടക്കത്തില്ല. ഉദ്യോഗമുള്ള പെണ്ണാണ് വരുന്നതെങ്കിൽ അവളെ ശുശ്രൂഷിക്കാൻ ഒരു വേലക്കാരിയെ കൂടി വയ്ക്കേണ്ടി വരും. ഷേർലി ഉത്തരമില്ലാതെ നിന്നു. എനിക്കറിയേണ്ടത് നിനക്കിപ്പം കല്യാണത്തിന് വല്ല തടസ്സമുണ്ടോ എന്നാണ്. പഠിച്ച ഉദ്യോഗമായി, കുടുംബ പ്രാരാബ്ദങ്ങളൊന്നുമില്ല, കെട്ടുപ്രായമായി, പിന്നെന്തുവാ? എനിക്ക് മനസ്സിനിണങ്ങുന്ന ആളായിരിക്കണം. ഒരു വിധത്തിലാണ് അവൾ പറഞ്ഞത്. എന്നുവെച്ച് കൊണ്ടുവരുന്ന ആലോചനകൾ കാരണമൊന്നുമില്ലാതെ തട്ടിക്കളയാൻ പറ്റത്തില്ല. ഏറ്റോ? വളരെ പതുക്കെയാണ് ഷേർലി മൂളിയത്. വേഗം സ്ഥലം വിടുകയും ചെയ്തു. അവളുടെ മട്ടും ഭാവവും പോൾ മാഷിന് സംശയമുണ്ടാക്കി. സാബുമാൻ പറഞ്ഞതിൽ വല്ല കാര്യവുമുണ്ടോ? പെൺപിള്ളേരുടെ മനസ്സാണ്, പെട്ടെന്നൊന്നും കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ തള്ളമാർക്ക് സാമർഥ്യം വേണം. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകാനുള്ള തിരക്കിനിടയിൽ ആങ്ങളമാരുടെ ഡ്രസ്സുകൾ ഇസ്തിരിയിടുകയായിരുന്നു ഷേർലി. തൻ്റെ പാൻറ്റും ഷർട്ടും എടുക്കാനെത്തിയ റോണി ഷേർലിയോട് തിരക്കി, എന്തൊന്നും അടിയുന്നല്ലേ ചേട്ടായി പറയുന്നത് കേട്ടത്? എനിക്കറിയാവോ? മുഖമുയർത്താതെ ജോലിക്കിടയിലായിരുന്നു അവളുടെ മറുപടി. ഒന്ന് നീട്ടി മൂളിയിട്ട് റോണി തൻ്റെ ഡ്രസ്സും എടുത്ത് മുറിയിലേക്ക് പോയി. സാബുച്ചായനോട് ഷേർലിക്ക് കടുത്ത ദേഷ്യമുണ്ടായിരുന്നു. ചായ വിളമ്പുമ്പോൾ അവൾ മുഖം കനപ്പിച്ചു വെച്ചു. നിന്റെ മുഖത്തെന്തുവാടി, കടന്നൽ കുത്തിയോ? സാബു ചോദിച്ചു. മുഖം ഒന്നുകൂടി കനപ്പിച്ചതല്ലാതെ അവൾ മറുപടി പറഞ്ഞില്ല. അപ്പോൾ ഗ്രേസമ്മ മകനെ ഉപദേശിച്ചു, എടാ, പെമ്പിളരാണെന്ന് വെച്ച് എന്തിനും ഏതിനും ചീത്ത പറയാനും തട്ടിക്കാറാനും ചെല്ലരുത്, വകവയ്ക്കത്തില്ല. പഴയ കാലമൊന്നുമല്ല, അവളും പണിയെടുത്ത് സമ്പാദിക്കുന്നുണ്ട്. പോരാത്തതിന് ഇവിടുത്തെ മുഴുവൻ ജോലിയും. മറ്റൊരു കുടുംബത്തിലാണേലേ അവളെ തലയിലെടുത്തോണ്ട് നടക്കും. മമ്മി എടുത്തോണ്ട് നടന്നോ? മമ്മി ഒരുത്തിയെ അവളെ ചീത്തയാക്കുന്നത്. പ്രാതൽ കഴിക്കാതെ സാബു എഴുന്നേറ്റ് പോയി. ഷേർലി ഓമയായി നിന്നു. രവീന്ദ്രൻ നായർ പോസ്റ്റ് ഓഫീസിൽ വന്നു കളിച്ച കളികൾ മുഴുവൻ അവിടെ പലർക്കും അറിയാം. അതൊരു തമാശയായി മാത്രമേ ഷേർലി എടുത്തിരുന്നുള്ളൂ. എന്നാൽ ആരോ അത് നിറം കൂട്ടി സാബുചായൻ്റെ അടുത്ത് എത്തിച്ചിരിക്കുന്നു. സാബുചായൻ അത് അപ്പാടെ വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. പപ്പായും കൺഫ്യൂഷനിലായിരിക്കുന്നു. ഇനിയിപ്പോൾ കല്യാണാലോചനകളുടെ കുത്തൊഴുക്ക് ആരംഭിക്കും. ഷേർലിക്കാണെങ്കിൽ ഉടനെ കല്യാണം കഴിച്ച് പോകാനും ആഗ്രഹമില്ലായിരുന്നു. സ്വന്തമായി കുറച്ച് രൂപ ഉണ്ടാക്കണം. ശമ്പളത്തിൽ ഒരു നയാ പൈസ കളയാതെ അവൾ സേവ് ചെയ്യുന്നുണ്ട്. സ്വന്തം സമ്പാദ്യത്തിൽ ഭർത്താവായി വരുന്ന ആളെപ്പോലും കൈക്കെടുത്താൻ സമ്മതിക്കില്ലെന്നാണ് അവളുടെ തീരുമാനം. ആരുടെയെങ്കിലും ഒരുത്തൻ്റെ വീട്ടു മൃഗമായി തീരാനും അവൾക്ക് താല്പര്യമില്ലായിരുന്നു. എന്നുവെച്ച് കല്യാണം വേണ്ടെന്നല്ല. മനസ്സിനിണങ്ങിയ ഒരാൾ വരുമെങ്കിൽ ഷേർലി തയ്യാറാണ്. പപ്പായെയും ചേട്ടന്മാരെയും വിഷമിപ്പിച്ചുകൊണ്ട് സ്വയം ഒരു തിരഞ്ഞെടുപ്പിനും അവൾ തയ്യാറല്ല. അതിമോഹങ്ങളൊന്നുമില്ല ഷേർലിക്ക്. മദ്യപാനിയല്ലാത്ത സ്നേഹസമ്പന്നനായ ഒരു പുരുഷൻ. അയാളുടെ പണം അവൾക്ക് പ്രശ്നമല്ല. രോഗം വന്നാൽ സഹിക്കും, സ്നേഹപൂർവ്വം ശുശ്രൂഷിക്കും. പക്ഷേ ദുർമാർഗിയാണെങ്കിൽ ഒരു ദിവസത്തേക്ക് പോലും സഹിക്കാൻ സാധ്യവുമല്ല. ഷേർലി തൻ്റെ മനസ്സിലിരിപ്പ് ആരോടും പറഞ്ഞിരുന്നില്ല. ഒന്നും ആലോചിക്കാൻ തന്നെ സമയമില്ലാത്ത അവസ്ഥ. 1 മാസം കഴിഞ്ഞു. ഉച്ചതിരിഞ്ഞ നേരത്ത് ഷേർലിക്ക് ഫോൺ. പോൾ മാഷായിരുന്നു. വീട്ടിൽ നിന്ന് ഫോൺ വരാറില്ല. ഫോണിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്, ഉടനെ കിട്ടുമെന്ന് സാബുചായൻ പറയുന്നു. സ്വന്തം ഫോൺ വന്നിട്ടേ താൻ ഫോൺ കൈക്കൊണ്ട് തൊടൂ എന്നാണ് പപ്പ പറയാറുള്ളത്. അതുകൊണ്ട് കാര്യമെന്തെന്നറിയാതെ ഷേർലിക്ക് ഭയമുണ്ടായിരുന്നു. പള്ളിയുടെ താഴത്തുള്ള ബൂത്തിൽ നിന്ന മോളെ ഞാൻ വിളിക്കുന്നത്. എന്താ പപ്പ? ഷേർലിക്ക് ഉൾക്കണ്ട. നീ ഇന്ന് ഇത്തിരി നേരത്തെ പോരണം. ഒരു 3:30 മണിക്കെങ്കിലും എത്താൻ പറ്റുമെങ്കിൽ നന്നായിരുന്നു. നിന്നെ കാണാൻ ഒരു കൂട്ടർ വരുന്നുണ്ട്. മോള് പോന്ന ശേഷമാണ് അവരുടെ കത്ത് വന്നത്. ഷേർലി മറുപടി പറഞ്ഞില്ല. നീ വരത്തില്ലോടേ? വരാം. അവൾ ഫോൺ വെച്ചു. പോകാൻ ഷേർലിക്ക് ഒട്ടും ഇഷ്ടമുണ്ടായിരുന്നില്ല. എന്നാൽ പപ്പയെ അനുസരിക്കാതിരിക്കാനും വയ്യ.
ബസ്സിൽ നിന്നിറങ്ങിയപ്പോഴേ ഗേറ്റിന് മുന്നിൽ കാർ കിടക്കുന്നത് അവൾ കണ്ടു. അതുകൊണ്ട് അടുത്ത വീട്ടിൽ കയറി അതിലെ അരമതിൽ ചാടി പിൻവാതിലൂടെയാണ് അവൾ അകത്ത് കടന്നത്. നല്ല കൂട്ടരാ മോളെ, ഗ്രേസമ്മ പറഞ്ഞു. സ്വന്തം കാറേലാ വന്നത്. 3 ബസ്സുണ്ട്. പിന്നെ റബ്ബർ എസ്റ്റേറ്റ്. ഒറ്റ മോൻ. പ്രീ ഡിഗ്രി വരെയേ പഠിപ്പുള്ളൂ. ഉദ്യോഗമില്ല. ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് എന്തിനാ ഉദ്യോഗം? അല്ലേ തന്നെ ഈ ഉദ്യോഗക്കാർ എന്തുവാ കൊണ്ടുവരുന്നത്? ഇവിടെയുണ്ടല്ലോ 2 ഉദ്യോഗക്കാർ. ഷേർലിയുടെ മുഖത്ത് പരിഹാസമായിരുന്നു. ഇത്രയൊക്കെ ഉള്ള സ്ഥിതിക്ക് അങ്ങോട്ട് എണ്ണി കൊടുക്കണ്ടായോ? അവൾ ചോദിച്ചു. അതിനവർ ഒന്നും ചോദിച്ചിട്ടില്ല. ഇനിയും ചോദിച്ചുകൂടായോ? അവരായിട്ടൊന്നും ചോദിക്കത്തില്ല. ചെക്കൻ്റെ അപ്പം തന്നെ പറഞ്ഞത്. ഷേർലിയുടെ മുഖം താണു. കാഴ്ചയ്ക്ക് തെറ്റില്ലാത്ത ചെറുപ്പക്കാരൻ. എതിര് പറയാൻ ഷേർലി ഒന്നും കണ്ടില്ല. ചെറുക്കൻ കൂട്ടരെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു ബന്ധുവിനെ ഏൽപ്പിച്ചിരുന്നു. അയാൾ കൊണ്ടുവന്നത് ഒരു അസുഖകരമായ അറിവാണ്. പയ്യൻ കുടിയനാ. അതിനു പറ്റിയ വെള്ളക്കമ്പനിയുമുണ്ട്. എന്നുവെച്ച് കുടിച്ച് പാട്ടും പാടി നടക്കുവല്ല. കാറുമെടുത്ത് ബാറിൽ പോയി വരും. ഷേർലിയുടെ മുഖം മങ്ങുന്നത് കണ്ട് സാബു പറഞ്ഞു. ഓ, അതിനിപ്പോൾ ഇത്തിരി വീശാത്തവരായിട്ട് ആരുണ്ട്? വെറുതെ കുപ്പി കിട്ടുമ്പോൾ പപ്പ കുടിക്കത്തില്ലോ? മമ്മിയെ കൊണ്ട് കുടിപ്പിച്ചിട്ടുണ്ട്. എന്നിട്ടും ഷേർലി തീർത്ത് പറഞ്ഞു. കുടിയനാണെങ്കിൽ എനിക്ക് വേണ്ട. കുടിയനായിട്ടൊന്നുമല്ല, അവൾക്കിപ്പം കല്യാണം വേണ്ടാഞ്ഞിട്ടാ അവളുടെ മനസ്സിൽ മറ്റെന്തോ, സാബു പറഞ്ഞു. അഭിപ്രായമൊന്നും പറഞ്ഞില്ലെങ്കിലും പോൾ മാഷിൻ്റെ വിചാരവും അത് തന്നെയായിരുന്നു. ഇത് വേണ്ടെങ്കിൽ വേണ്ട, വേറെയും ആൾ വരും. ഏതെങ്കിലും ഒരുത്തിനെ അവൾ ഇഷ്ടപ്പെട്ടേ പറ്റൂ, പോൾ മാഷ് അറിയിച്ചു. എൻ്റെ പൊന്നുമോളെ, നീ പപ്പയെ വിഷമിപ്പിക്കല്ലേ, ഗ്രേസമ്മ അപേക്ഷിച്ചു. മക്കൾക്ക് വേണ്ടി ജീവിക്കുന്നൊരു മനുഷ്യനാണ്. ആൺപിള്ളേരെ എതിര് പറഞ്ഞാൽ മോളെന്ന് വെച്ചാൽ ചാകുന്നവനാ അതിയാൻ. നിനക്കറിയില്ലെങ്കിൽ മമ്മിക്കറിയാം അത്. ഞാനൊരെതിരും പറയുന്നില്ല. എല്ലാവർക്കും നിർബന്ധമാണെങ്കിൽ ഇഷ്ടം പോലെ ചെയ്തോ. വിങ്ങി പൊട്ടിക്കൊണ്ട് ഷേർലി അകത്തേക്ക് പോയി. മകൾക്ക് ഇഷ്ടമല്ലെന്ന ഒറ്റ കാരണത്താൽ പോൾ മാഷ് ആ ആലോചന വിട്ടു. കല്യാണാലോചനകളെക്കുറിച്ച് ഭീതിയോടെ ഓർക്കുമ്പോൾ ഷേർലിയുടെ കണ്ണിൻ മുന്നിൽ എന്തിനോ രവീന്ദ്രൻ നായരുടെ മുഖം തെളിയും. തന്നെ മോഹിച്ച ഒരു പുരുഷനാണ്. പ്രേമവുമായി മറ്റാരും അവളുടെ പിന്നാലെ വന്നിട്ടില്ല. രവീന്ദ്രൻ നായരും പ്രേമാഭ്യർത്ഥനയൊന്നും നടത്തിയിട്ടില്ല. മീര ചേച്ചിയിൽ നിന്നാണ് അയാളുടെ മനോഗീതം അറിഞ്ഞത്. അതൊരു തെറ്റായിരുന്നുവെന്ന് ഷേർലിക്ക് ഇപ്പോൾ തോന്നുന്നേയില്ല. തൻ്റെ കൗണ്ടറിന് മുന്നിൽ എത്തരുതെന്ന് പറഞ്ഞ ശേഷം ടൗൺ പോസ്റ്റ് ഓഫീസിൽ പോലും അയാൾ കയറിയിട്ടില്ല. ആ നന്മയും മാന്യതയും ഷേർലിയെ ആകർഷിച്ചു. ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്നും നല്ലവനാണെന്നും മീര പറഞ്ഞതൊഴിച്ചാൽ അയാളെക്കുറിച്ച് ഷേർലിക്ക് ഒന്നും അറിയില്ല. എങ്കിലും അവളുടെ നോട്ടത്തിൽ ക്രിസ്ത്യാനി അല്ലെന്നത് മാത്രമായിരുന്നു രവീന്ദ്രൻ നായരുടെ ഏക അയോഗ്യത. ഒരു വൈകുന്നേരം ടൈഫോയിഡായി വിശ്രമത്തിൽ കഴിയുന്ന ഒരു സഹപ്രവർത്തകയെ കാണാൻ അവളുടെ വീട്ടിൽ പോയി മടങ്ങി വരികയായിരുന്നു ഷേർലി. നേരം നന്നേ വൈകി. അപ്പോഴാണ് അറിയുന്നത് വഴിയിലൊരു മരം വീണത് കാരണം ആ റൂട്ടിലുള്ള വാഹന ഗതാഗതം നിലച്ചിരിക്കുന്നുവെന്ന്. കഷ്ടിച്ച് 2 വീലേഴ്സ് കടന്നു പോകുന്നുണ്ട്. ഷേർലി തളർന്നു പോയി. നടന്നാലെത്തുന്ന ദൂരമല്ല. എങ്കിലും അവൾ നടന്നു. പിന്നാലെ ചെറുപ്പക്കാർ കമൻറ്റുമായി കൂടിയത് അവളെ വല്ലാതെ ഭയപ്പെടുത്തി. ഗീവർഗീസ് പുണ്യാളച്ചന് അവൾ മെഴുകുതിരികൾ നേർന്നു. പെട്ടെന്നാണ് ഒരു ബൈക്ക് മുന്നിൽ വന്നു നിന്നത്. പേടിയോടെയാണ് ഷേർലി തിരിഞ്ഞു നോക്കിയത്. പക്ഷേ മുന്നിൽ പുഞ്ചിരിയോടെ രവീന്ദ്രൻ നായർ. വിസ്മയവും സംഭ്രമവും ഭയം കലർന്ന ഒരു തളർച്ച. ഷേർലി ശബ്ദിക്കാനാവാതെ നിന്നു. രവീന്ദ്രൻ നായരിലും വല്ലാത്തൊരു വല്ലായ്മ കാണാമായിരുന്നു. എങ്കിലും അയാളാണ് ആദ്യം ശബ്ദിച്ചത്. ഷേർലി ഇവിടെ. മറ്റൊരു സന്ദർഭത്തിലായിരുന്നെങ്കിൽ ഷേർലി അയാളെ അവഗണിക്കുമായിരുന്നു. ദേഷ്യത്തിൽ മുഖം തിരിക്കുമായിരുന്നു. അയാളോടുള്ള ദേഷ്യം കൊണ്ടല്ല. ദേഷ്യം തോന്നേണ്ട എന്തെങ്കിലും അയാൾ ചെയ്തതായി ഷേർലി കരുതുന്നില്ല. പക്ഷേ അയാളുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ അവൾക്ക് സ്വാതന്ത്ര്യമില്ല. അതുതന്നെ കാരണം. എന്നിട്ടും ഇപ്പോൾ അയാളുടെ നേർക്ക് മുഖം തിരിക്കാൻ അവൾക്ക് വയ്യായിരുന്നു. മുഖപരിചയമെങ്കിലുമുള്ള ഒരു മനുഷ്യനെ കണ്ടിരുന്നെങ്കിലെന്ന് ആശിച്ചതേയുള്ളൂ അവൾ. ക്ഷമിക്കണം, തനിയെ ഈ വഴിക്ക് കണ്ടതുകൊണ്ട് ചോദിച്ചതാണ്, രവീന്ദ്രൻ നായർ വീണ്ടും. ഷേർലിയുടെ പിന്നാലെ കൂടിയിരുന്ന ഓളന്മാർ അവളെ കടന്ന് മുന്നോട്ട് നീങ്ങി. രവീന്ദ്രനെ കണ്ടതും അവരുടെ ആത്മധൈര്യം ചോർന്നിരുന്നു. എങ്കിലും അവർ ഇടയ്ക്കിടെ തിരിഞ്ഞു നോക്കിക്കൊണ്ടിരുന്നു. ഇവിടെ ഒരു വീട്ടിൽ പോയിട്ട് വരുക, പതിഞ്ഞ സ്വരത്തിൽ ഷേർലി അറിയിച്ചു. എവിടെയോ മരം വീണ് റോഡ് ബ്ലോക്കായതുകൊണ്ട് ബസ്സൊന്നുമില്ല, അതാണ് നടന്നത്. ഏതായാലും ഷേർലി മിണ്ടിയല്ലോ. രവീന്ദ്രന് സമാധാനമായി. ഇങ്ങനെ നടന്നാൽ ഇനി എപ്പോഴാണ് വീട്ടിലെത്തുക? രവീന്ദ്രൻ നായർ ചോദിച്ചു. നേരെ സന്ധ്യയാകാറായല്ലോ. ബസ്സില്ലാതെ പിന്നെന്ത് ചെയ്യും? ഷേർലി കൈമലർത്തി. അവളിൽ പഴയ സ്മാർട്ട്നെസ് തീരെയും കാണാനില്ലെന്ന് രവീന്ദ്രന് തോന്നി. അത് അയാളെ അമ്പരപ്പിച്ചു. 2 വീലേഴ്സ് പോകുമെന്ന് പറയുന്നത് കേട്ടു, രവീന്ദ്രൻ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഈ വഴി പോകുന്നത്. കുറച്ചപ്പുറത്ത് ഞങ്ങൾക്കൊരു തോട്ടമുണ്ട്. അവിടം വരെ പോയിട്ട് വരികയാണ്. എന്ത് തോട്ടം എന്ന് ഷേർലി സംശയം പ്രകടിപ്പിക്കുമെന്ന് രവീന്ദ്രൻ വിചാരിച്ചു. പക്ഷേ അവളൊന്നും ചോദിച്ചില്ല. തീർത്തും ഒരു അന്തർമുഖിയുടെ ഭാവമായിരുന്നു അവൾക്ക്. ഇവിടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നിന്നാൽ സമയം രാത്രിയാകും, രവീന്ദ്രൻ പറഞ്ഞു.
നടന്നു പോകാമെന്ന് വച്ചാലും കുറേ ദൂരമുണ്ട്. സമ്മതിക്കും മട്ടിൽ ഷേർലി തലയാട്ടി. രവീന്ദ്രൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. ഷേർലിക്ക് ധൈര്യമുണ്ടെങ്കിൽ ഈ ബൈക്കിൻ്റെ പിന്നിൽ കയറിയിരിക്കാം. എന്നെ തൊടാതെ ഇരുന്നാൽ മതി. ടൗണിൽ കൊണ്ടുവിട്ടാക്കാൻ ഞാൻ. അവിടെ നിന്ന് തനിക്ക് ബസ് കിട്ടുമല്ലോ. ഇങ്ങനെയൊരു നിർദ്ദേശം രവീന്ദ്രൻ നായരിൽ നിന്നും ഉണ്ടായപ്പോൾ ഷേർലി വീണ്ടും തലയാട്ടി. തനിക്ക് എന്താണ് ഒരു ഉഷാറില്ലാത്തത്? രവീന്ദ്രൻ നായർ ചോദിച്ചു. ടൗൺ പോസ്റ്റ് ഓഫീസിൽ കണ്ടിരുന്ന ആളല്ലല്ലോ ഇത്. എന്നോടുള്ള ഭയം കൊണ്ടാണോ, അതോ എന്നെപ്പറ്റി മീര പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലുള്ളത് കൊണ്ടോ? ഷേർലിയുടെ മുഖം താണു. അതാണ് കാര്യമെങ്കിൽ മിസ് ഷേർലി പോൾ എന്നെ ഭയപ്പെടുകയേ അരുത്. എനിക്ക് അങ്ങനെയൊരു ആഗ്രഹം തോന്നിയത് സത്യം. എന്നാൽ ഷേർലിക്ക് അത് ഇഷ്ടമല്ലെന്ന് മനസ്സിലായതും ഞാനത് ക്ലോസ് ചെയ്തു. അതുകൊണ്ടാണ് പിന്നീട് ടൗൺ പോസ്റ്റ് ഓഫീസിലേക്ക് വരാതിരുന്നത്. തന്നെ ശല്യപ്പെടുത്തരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. എന്നുവെച്ച് തന്നോട് എനിക്ക് സ്നേഹമില്ലെന്നല്ല. ഇച്ഛാഭംഗം ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ മുറിച്ചു കളയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണ് തന്നെ കണ്ട് ഞാൻ വണ്ടി നിർത്തിയത്. തന്നെ സഹായിക്കാൻ വേണ്ടി. തനിക്ക് എൻ്റെ വണ്ടിയിൽ കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ വേണ്ട, നടന്നോളൂ. ഈ വണ്ടിയും മുന്തി ഞാനും ഒപ്പം വരാം. ഇതുപോലൊരു സാഹചര്യത്തിൽ തന്നെ തനിച്ചാക്കി സ്ഥലമിടാൻ എനിക്ക് മനസ്സില്ല. ഷേർലിയുടെ മുഖം വിടർന്നു. ഒരു പുഞ്ചിരി അവൾ നുണഞ്ഞിറക്കി. ഞാൻ വണ്ടിയിൽ കയറില്ലെന്ന് പറഞ്ഞില്ലല്ലോ. എങ്കിൽ കയറ്. നേരം പോണു. വീട്ടിൽ നിന്ന് ആരെങ്കിലും അന്വേഷിച്ച് വരും മുമ്പ്. ഷേർലി ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു. വീട്ടിൽ നിന്ന് ആരെങ്കിലും തിരക്കി വരുമോ എന്ന ശങ്ക അവൾക്കും ഉണ്ടായിരുന്നു. മരം മുറിഞ്ഞു വീണിരുന്ന ഭാഗം കണ്ടപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു. മുറിഞ്ഞു വീഴാൻ തോന്നിയ ആ മരത്തിന് നന്ദി പറയുന്നു. ഷേർലിക്ക് ഇങ്ങനെയൊരു സഹായം ചെയ്തു തരാനുള്ള ഭാഗ്യമുണ്ടായല്ലോ. സഹായം ചെയ്തു തരാനായി പുറകെ വന്നതാണോ എന്ന ഇപ്പോൾ സംശയം. ഷേർലി ചിരിച്ചു. ആ മരം ഉന്തി വീഴ്ത്തിയത് ഞാനാണെന്ന് പറഞ്ഞില്ലല്ലോ. അത്രയും സന്തോഷം. അവർ ടൗണിലെത്തി. ശരിക്കും രാത്രിയായി കഴിഞ്ഞിരുന്നു. ഷേർലിക്ക് ഇനി നാട്ടിലേക്ക് ബസ് കിട്ടുമോ? ഇല്ലെങ്കിൽ ഞാൻ വീട്ടിലെത്തിക്കാം. അത് വേണ്ട. 7 കഴിഞ്ഞതല്ലേയുള്ളൂ. 2-3 ബസ്സുകളുണ്ട്. ഒന്ന് ട്രാൻസ്പോർട്ടാണ്, അത് തീർച്ചയായും കിട്ടും. രവീന്ദ്രൻ അവളെ ബസ് സ്റ്റോപ്പിലിറക്കി. അപ്പോഴാണ് മറ്റൊരു ബൈക്ക് വന്ന് അവൾക്കരികിൽ നിന്നത്. ഷേർലിയുടെ നേരത്തെ മൂത്ത ചേട്ടൻ സുനിലായിരുന്നു അത്. അവൻ്റെ മുഖം വല്ലാതെ ചുവന്നിരുന്നു. ഷേർലിക്ക് എന്തെങ്കിലും പറയാൻ കഴിയും മുമ്പ് രവീന്ദ്രൻ നായരെ ഒന്ന് തറപ്പിച്ച് നോക്കിയിട്ട് സുനിൽ അനിയത്തിയോട് കൽപ്പിച്ചു. വണ്ടിയിൽ കയറടി. പിന്നീട് രവീന്ദ്രനെ ഒന്ന് നോക്കാൻ പോലുമുള്ള ധൈര്യമുണ്ടായില്ല ഷേർലിക്ക്. അവൾ ചേട്ടൻ്റെ ബൈക്കിന് പിന്നിൽ കയറി. കുറച്ച് ചെന്ന ശേഷമാണ് സുനിൽ ചോദിച്ചത്. ആരാടി അവൻ? പേര് രവീന്ദ്രൻ നായർ. എന്തുവാ പണി? അവൾ സത്യം പറഞ്ഞു. എന്തിനാ നീ അവൻ്റെ വണ്ടിയിൽ കയറിയത്? ആ സാഹചര്യവും അവൾ സത്യസന്ധമായി വിശദീകരിച്ചു. എങ്ങനെയാ നിങ്ങൾ തമ്മിൽ പരിചയം? പോസ്റ്റ് ഓഫീസിൽ വരാറുണ്ട്. അവനെ പറ്റിയാണോ അന്ന് സാബുചേട്ടായി പറഞ്ഞത്? അറിയില്ല. നുണ പറയരുത്. ഞാൻ പറഞ്ഞതെല്ലാം സത്യമാണ്. ഏതാനും നിമിഷങ്ങൾക്ക് ശേഷമായിരുന്നു സുനിലിൻ്റെ അടുത്ത പ്രതികരണം. ഞാൻ ഏതായാലും ആരോടും പറയുന്നില്ല. പക്ഷേ ഇനി മേലാൽ അവൻ്റെ ഒപ്പം നിന്നെ കണ്ടുപോകരുത്. കഥ തുടരും.